ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആദി. അപ്പോൾ ഇത്തവണ നമുക്കൊരു ലൈൻ ആർട്ട് ട്യൂട്ടോറിയൽ ചെയ്താലോ? എങ്ങനെ നന്നായിട്ട് ഒരു ലൈൻ ആർട്ട് ചെയ്യാം. കാരണം ഔട്ട്ലൈൻ നന്നായാൽ മാത്രമേ നമ്മൾ വരയ്ക്കുന്ന ഒരു പിക്ചറിന് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെ നന്നായിട്ട് ഔട്ട്ലൈൻ വരയ്ക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഇൻഫിനിറ്റി ഡിസൈൻ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ മുമ്പൊരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ടൂൾസിനെ പറ്റി. കാരണം നിങ്ങൾക്ക് ടൂൾസ് അറിയാതെ നന്നായിട്ട് വരയ്ക്കാൻ പറ്റില്ല ഒരിക്കലും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഇൻഫിനിറ്റി ഡിസൈൻ എങ്കിൽ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു ഔട്ട്ലൈൻ വരച്ച് അതിനെ ഗൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള ഷെയ്ഡ്സും അതുപോലെ തന്നെ കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം. ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു ഇൻ്റർഫേസാണിത്. ഇൻഫിനിറ്റി ഡിസൈൻ എന്ന് പറഞ്ഞൊരു ന്യൂ, അതുപോലെ തന്നെ ഇമേജ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് കണ്ടില്ലേ? ന്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരാം. പ്രൊജക്റ്റ് നെയിം കൊടുക്കാൻ. അപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റ് നെയിം കൊടുക്കാം. ലൈൻ ആർട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു പ്രൊജക്റ്റ് നെയിം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ലൈൻ ആർട്ട് എന്നും ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഡൺ കൊടുത്തു. പിന്നെ കാണുന്നത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിലൊരു ചെക്ക് ബോക്സും ഉണ്ട്. ആ ചെക്ക് ബോക്സ് ഓണാണ്. അത് നമ്മൾ ഓഫ് ചെയ്താൽ മാത്രമേ നമുക്ക് കസ്റ്റമായിട്ട് സൈസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓൺ ചെയ്തിട്ടാലോ നമുക്ക് കസ്റ്റമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഡീഫോൾട്ടായിട്ട് എടുക്കുന്ന ഒരു സൈസായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇല്ല, അതിൽ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് പുതിയ ക്യാൻവാസ് സൈസ് ക്രിയേറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാൻ 1080 x 1080 എന്ന് പറഞ്ഞൊരു സൈസ് കൊടുക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ക്യാൻവാസ് സൈസാണത്. എന്നിട്ട് ഞാൻ ക്രിയേറ്റ് കൊടുത്തു. കണ്ടോ, ഇതാണ് നമ്മുടെ ക്യാൻവാസ്. ഇതിലാണ് നമ്മളിനി വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ക്യാൻവാസ് നമുക്ക് റീസൈസ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അഡോബ് ഇല്ലുസ്ട്രേറ്ററിനെ അപേക്ഷിച്ചിട്ട് അഡോബ് ഇല്ലുസ്ട്രേറ്ററിൻ്റെ ക്യാൻവാസ് നമുക്ക് റീസൈസ് ചെയ്യാം, പക്ഷേ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻഫിനിറ്റി ഡിസൈൻ ആകുമ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. ആ ഒരു യൂസ്. പിന്നെ ഇൻഫിനിറ്റി ഡിസൈന് കുറച്ചും കൂടി ഫങ്ഷൻസ് കൂടുതലുള്ള ഒരു ആപ്ലിക്കേഷനാണ് അഡോബ് ഇല്ലുസ്ട്രേറ്റർ എന്ന് പറഞ്ഞത്. ഞാൻ മൊബൈലിൻ്റെ കാര്യമാണ് കേട്ടോ, PC യുടെ കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഞാനൊരു ഇമേജ്, ദുൽഖർ സൽമാൻ്റെ ഒരു ഇമേജാണ് ഞാനിവിടെ ലൈൻ ആർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് ഇമേജ്. നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ ഇമേജ്. എന്നോട് പലരും ചോദിച്ചു, എങ്ങനെയാണ് ഇത്ര ക്വാളിറ്റി നിങ്ങൾ വരയ്ക്കുന്ന ഇമേജ്, എവിടെ നിന്നാണ് എടുക്കുന്നതെന്നൊക്കെ. നമ്മൾ മുമ്പൊരു ആപ്പ് പരിചയപ്പെടുത്തിയിരുന്നു, റെമിനി എന്ന് പറഞ്ഞിട്ട്. അവർ ആപ്ലിക്കേഷനിലിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇത്ര ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ആപ്ലിക്കേഷനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ കൺവേർട്ട് ചെയ്ത് ക്വാളിറ്റിയിലേക്ക് ആക്കാൻ പറ്റും. ഓക്കെ, നല്ല ക്വാളിറ്റിയുള്ള ഇമേജാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയാൽ നമുക്ക് ഷെയ്ഡ്സൊക്കെ കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റും. ലൈൻ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാം. നിങ്ങൾക്കിനി ഈ കളർ പിക്ചറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലൈൻ ആർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളറിൽ നിന്ന് തന്നെ ചെയ്യാം. ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ ആ വർക്ക് എളുപ്പത്തിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സ്നാപ്സീഡാണ് എടുത്തേക്കുന്നത്. സ്നാപ്സീഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതിൽ നിന്നാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നത്. അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മൊബൈലിൽ ഏത് ആപ്പ് യൂസ് ചെയ്തിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം, ഡാർക്ക് ആൻഡ് സ്കൈ ഫിലിം, ഡാർക്ക്, ബ്രൈറ്റ്, കോൺട്രാസ്റ്റ്, ന്യൂട്രൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ എനിക്ക് ഈ കോൺട്രാസ്റ്റ് കുറച്ചും കൂടി ഇഷ്ടമായി. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ടിക്ക് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഡൺ കൊടുത്ത് സേവ് ചെയ്യാം. നമ്മൾ ഇനി ഇൻഫിനിറ്റി ഡിസൈനിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. ഇനി നമുക്ക് ആ ഒരു പിക്ചർ ഇമ്പോർട്ട് ചെയ്യണം. കാണാം, ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ലൈൻ ആർട്ട് അല്ലെങ്കിൽ ഔട്ട്ലൈൻ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന പിക്ചർ എടുത്തിട്ട് ഇമേജ് എന്നുള്ള കൊടുക്കുക. ട്രേസ് വേണമെങ്കിൽ കൊടുക്കാം. നമുക്കിപ്പോൾ നേരിട്ട് ട്രേസ് കൊടുക്കണ്ട. ഇമേജ് കൊടുത്തിട്ട് ആ ഒരു ഇമേജ് നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് കറക്റ്റ് ഫിറ്റാക്കി വെക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഫിറ്റാക്കി വെക്കുകയാണ്. ആണെങ്കിൽ ടിക്ക് ചെയ്യുക. നമ്മുടെ ക്യാൻവാസിൽ ഇമേജ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലെയർ പാനൽ എടുക്കുക. ലെയർ പാനൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ന്യൂ ലെയർ എടുക്കുക. പ്ലസ് അമർത്തിയ ന്യൂ ലെയർ കിട്ടും. തുടങ്ങാം അല്ലേ? അപ്പോൾ നമുക്ക് ഹെയറിൽ നിന്ന് തുടങ്ങാം അല്ലേ? നമുക്ക് ഒരു ടൂൾ എടുക്കണം. ആദ്യം നമുക്ക് ടൂൾ ബോക്സിൽ പോയിട്ട് ലേസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ സ്മൂത്ത് ആവാനാണ് നമ്മൾ വരയ്ക്കുന്ന ലൈൻസ്. ടൂൾ എടുത്തല്ലേ മൂപ്പര് സ്മൂത്താക്കിക്കോളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്ത് നമുക്ക് പെന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന പെന്ന് ആണ് ലെസ്സോ എന്ന് പറഞ്ഞ പെന്നും ടേപ്പ് ഇടും.
അപ്പോൾ ഞാൻ ലെസ്സോ എന്ന് പറഞ്ഞ പെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തു. ഇനി നമുക്ക് അപ്പോൾ വരച്ചു തുടങ്ങാം. അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളുടെ സെലക്ഷൻ ഇപ്പോൾ ന്യൂ ലെയറിലാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ആ സെലക്ഷൻ നമ്മുടെ ഇമേജ് റെഫറൻസിലാക്കിയിട്ട് അതിൽ തന്നെ കാണാം ഒപ്പാസിറ്റി, അതുപോലെ തന്നെ ഹൈഡ്, ഡ്യൂപ്ലിക്കേറ്റ്, ക്ലിയർ, മെർജ്, ഡിലീറ്റ്. അപ്പോൾ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന ഔട്ട്ലൈൻ്റെ ലൈൻ കറക്റ്റായിട്ട് നമുക്ക് തെളിഞ്ഞ് കാണാൻ വേണ്ടിയാണ്. എന്നിട്ട് സെലക്ഷൻ നമ്മുടെ ന്യൂ ലെയറിലേക്ക് ആക്കണം. ഒരിക്കലും സെലക്ഷൻ നമ്മുടെ ഈ റെഫറൻസിലേക്ക് ആക്കരുത്. നമ്മൾ ചിലപ്പോൾ വരയ്ക്കുമ്പോൾ ആ റെഫറൻസ് പിക്ചറിൻ്റെ മേലെ കൂടെ വരച്ച് പോകും. ന്യൂ ലെയറിൽ വരയ്ക്കണം എപ്പോഴും. ലെയർ സെലക്ഷൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലെയറിലാണോ നോക്കണം. ഓക്കെ, ഇപ്പോൾ സെലക്ഷൻ നമ്മുടെ ന്യൂ ലെയറിലാണ്. ഇനി നമുക്ക് വരച്ചു തുടങ്ങാം. ഞാൻ ലെസ്സോ ഇട്ടു, നമ്മൾ ലേസി അവിടെ ആക്റ്റീവ്. ഇനി അത് യൂസ് ചെയ്തിട്ട് വരച്ചു തുടങ്ങാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചെറിയ മുടിയുടെ ഇഴകൾ, ചെറിയ കുനുപ്പുകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് അതുപോലെ തന്നെ മാക്സിമം ട്രേസ് ചെയ്ത് വരയ്ക്കാൻ നോക്കുക. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുമ്പോൾ മാക്സിമം ടേപ്പേർഡായിട്ട് കിട്ടുന്ന രീതിയിൽ വരയ്ക്കാൻ നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് വരയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ടേപ്പേർഡായിട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ കറക്റ്റായിട്ട് ടേപ്പേർഡായിട്ട് കിട്ടുന്ന രീതിയിൽ, ടേപ്പേർഡ് മീൻസ് ആ കറക്റ്റായിട്ട് അതിൻ്റെ മോനൊക്കെ കറക്റ്റ് പോയിൻറ്റഡ് ആയിട്ട് കിട്ടുന്നൊരു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ റേഡിയസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഡീഫോൾട്ടായിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾ അതിൽ വരച്ച് പഠിക്കുന്നത് നല്ലത്. പ്രാക്ടീസ് ആകുമ്പോൾ നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഔട്ട്ലൈൻ നമ്മൾ ഏതൊരു പിക്ചർ വരയ്ക്കുമ്പോഴും ഒരു പ്രധാന ഭാഗമാണ്. പെൻസിൽ ഡ്രോയിങ് ആയിക്കോട്ടെ, ഡിജിറ്റൽ പെയിൻറ്റിങ് ആയിക്കോട്ടെ, വെക്ടർ ആയിക്കോട്ടെ, എന്തായാലും എന്ത് വരയ്ക്കുമ്പോഴും ഔട്ട്ലൈനാണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. ആ ഔട്ട്ലൈനാണ് നമ്മൾ ചിത്രത്തിൻ്റെ ഭംഗി നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് നിശ്ചയിക്കുന്നത്. നമ്മൾ ഔട്ട്ലൈൻ വരച്ചത് ഫെയിൽഡായിപ്പോയി, നമ്മൾ ഔട്ട്പുട്ട് കറക്റ്റ് ആവുക ഒരിക്കലുമില്ല. അപ്പോൾ നിങ്ങൾ ടൈം എടുത്ത്, ബാക്കി എന്ത് ചെയ്തില്ലെങ്കിലും ഔട്ട്പുട്ട് ടൈം എടുത്ത് വരയ്ക്കുക. ഔട്ട്പുട്ട് നല്ല ടൈം എടുത്ത് വരച്ച് ഔട്ട്ലൈൻ വരച്ചാലേ ഔട്ട്പുട്ട് നന്നായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോ ഭാഗങ്ങളും വരുന്ന ഓരോ ലൈൻസും ശ്രദ്ധിച്ച് വരയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ എനിക്ക് റിപ്ലൈ തരുമ്പോൾ മറ്റുള്ളവർക്കും ആ ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ ആ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. എനിക്ക് തോന്നുന്നു അതാണ് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഐഡിയ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ ലൈൻ ആർട്ടിൻ്റെ ട്യൂട്ടോറിയലിന് ശേഷം ഇൻഫിനിറ്റി ഡിസൈൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പോർട്രേറ്റ് വരയ്ക്കുന്ന വേറെ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, പെട്ടെന്ന് അത്യാവശ്യമായിട്ട് വേണമെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഓട്ടോഡെസ്കിൻ്റെ ഒരു 2-3 ട്യൂട്ടോറിയലും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ഓട്ടോഡെസ്ക് കംപ്ലീറ്റ് ആവും. നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് ഡ്രോയിങ്ങിൻ്റെയും ഒരു കാരിക്കേച്ചർ ഫ്രീ ഹാൻഡിൻ്റെയാണ് നമുക്കിനി ഇടാനുള്ളത് ഓട്ടോഡെസ്കിൻ്റെ. പിന്നീട് നമുക്ക് ഇൻഫിനിറ്റിയും IBISലും അങ്ങോട്ട് കയറി അങ്ങോട്ട് കണ്ടിന്യൂസ് നല്ല നല്ല ട്യൂട്ടോറിയൽസ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പൊളിക്കാം. ആ പിക്ക് ഹൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മളെ പ്രോഗ്രസ്. നമ്മൾ ഏകദേശം ഇത്രത്തോളം വരച്ചു. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടിയും ആ ഒരു ടൂൾ തന്നെ യൂസ് ചെയ്തിട്ട് വരച്ച് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ ഈ ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഈ ലൈൻ ആർട്ടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഹെയറിൻ്റെയും അതുപോലെ തന്നെ മീശ കാര്യങ്ങളിലൊക്കെ ആ കുനുപ്പുകളും ആ ഒരു ടാപ്പേർഡായിട്ട് വരുന്ന ആ സ്റ്റൈലും അതൊക്കെ പക്കയായിട്ട് നമ്മൾ അതുപോലെ തന്നെ എടുത്ത് വരച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വരച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് പിക്ചർ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് വരയ്ക്കുന്നതൊരു സ്കില്ലാണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് ലൈൻ ആർട്ടൊക്കെ വരച്ച് നന്നായി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കളർഡ് ചെയ്താൽ മതി, അതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ടൈം ലാപ്സ് സ്പീഡാക്കുകയാണ്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെ വരയ്ക്കേണ്ടതെന്ന്. ആ കറക്റ്റ് കുനിപ്പുകളും കാര്യങ്ങളൊക്കെ എടുത്ത് വരച്ച് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഏറ്റവും ബെറ്റർ ടൂളാട്ടോ ഇതിൽ ഈ ലെസ്സോ എന്ന് പറഞ്ഞ ടൂളും ഈ ലേസി ടൂളൊക്കെ. നമുക്ക് ADOBE DRAW'ലൊന്നും കിട്ടാത്തൊരു ഐറ്റമാണ്. കാരണം ഞാനും ADOBE DRAW'ലൊക്കെയാണ് തുടക്കം വരച്ചിരുന്നത്. പക്ഷേ ഇൻഫിനിറ്റിയിലേക്ക് കടന്നപ്പോൾ എനിക്ക് വളരെ ഉപകാരമായിട്ട് തോന്നിയത് ഈ ഒരു ടൂളുകളൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ല നല്ല ക്വാളിറ്റിയിൽ സേവ് ചെയ്യാനും പറ്റും. ഓക്കെ, ഈസി ഇൻ്റർഫേസ് നമ്മൾ ADOBE DRAW തന്നെയാണ്. ഇൻ്റർഫേസൊക്കെ ഏത് ബിഗിനേഴ്സിന് കണ്ടാലും മനസ്സിലാക്കുന്ന ഇൻ്റർഫേസ് ADOBE DRAWയുടെ ആണ്. നമുക്ക് ആ ലിപ്പിൻ്റെയും
അപ്പർ ലിപ്പിൻ്റെ ഇടയിലുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്, അത് നമുക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ആ താടിയുടെ താഴെ കാണുന്ന ആ ഒരു ഷെയ്ഡ് ഒക്കെ നന്നായി നോക്കി വരയ്ക്കുക. പിന്നെ നമ്മളുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് 2 മാസമായിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് പേര് ചാനൽ കാണുന്നവരുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ലൈവ് വന്നപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ ചാനൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ചെയ്യുന്നതിന് കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചെയ്ത് ബെറ്ററായിട്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ആ റിസൾട്ട് കാണുമ്പോഴാണ് ഞാൻ ചെയ്ത് ഈ പണിക്ക് എന്തെങ്കിലും എന്താ പറയുക എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എനിക്കൊരു ഔട്ട്പുട്ട് കിട്ടി എന്നുള്ളൊരു എന്താ പറയുക സംതൃപ്തി വരുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ട് ട്രൈ ചെയ്ത് വരച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വേറെ വല്ല ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്ത് വരയ്ക്കുന്നവരായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഒരു അറിവ് നിങ്ങൾക്ക് എന്തായാലും വേണം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനേക്കാളും പെർഫെക്റ്റായിട്ട് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുക ഈ ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനായിരിക്കും. നമ്മൾ ഹെയറും അതുപോലെ തന്നെ മീശയും താടിയും കാര്യങ്ങളൊക്കെ വരച്ച അതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ ഐബ്രോയും വരയ്ക്കുന്നത്. അതിൽ കാണുന്ന കുനുപ്പും കാര്യങ്ങളും ടേപ്പേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നല്ല ഭംഗിക്ക് വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടേതായ ഒരു രീതിയിൽ വരയ്ക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഭംഗി ഉണ്ടാവണം. നമ്മൾ ജസ്റ്റ് റെഫറൻസ് പിക്ചറൊക്കെ ഹൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കുറച്ച് ബെറ്ററായിട്ട് തോന്നിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് അപ്പുറത്തെ ഐബ്രോയും അവിടെ കൂടുതൽ ഷെയ്ഡ്സ് കാരണം വലിയ ഡീറ്റെയിലിംഗ് ഒന്നും എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മളുടേതായ രീതിയിൽ കുറച്ച് ബെറ്ററായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഡിജിറ്റൽ പെയിൻറ്റിങ് ആയാലും അല്ലെങ്കിൽ വെക്ടർ ആയാലും പിക്സൽ ആർട്ട് ആയാലും നിങ്ങൾക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നല്ല ക്വാളിറ്റി പിക്ചർ തന്നെ ചൂസ് ചെയ്യണം. അപ്പോൾ നല്ല ക്വാളിറ്റി പിക്ചർ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലയൻറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും വരയ്ക്കാൻ തരുന്ന പിക്ചറിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റെമിനി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ക്വാളിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ലോ ക്വാളിറ്റിയെ നല്ല ക്വാളിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ വരച്ച പിക്ചറൊന്നും ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കുക. ആണോ, നമ്മൾ ഇത്രത്തോളം വരച്ച് ഇനി കണ്ണ് വരയ്ക്കാനുണ്ട്, ചെവി, അതുപോലെ തന്നെ ദുൽഖറിൻ്റെ ഷർട്ട് വരയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കൂടി വരയ്ക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ വരച്ചതിൻ്റെ നമുക്ക് കൃത്യമായിട്ടാണോ വരച്ചത്. അതിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് റെഡി ആയിട്ടുണ്ടോ ഇല്ലയെന്ന്. ഇല്ലെങ്കിൽ നിങ്ങളൊന്നും കൂടി റീഡ്രോ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതായത് ടിപ്സോ കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്. ഈ ഡ്രോയിങ് എന്ന് പറഞ്ഞ സംഭവത്തിന് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും നന്നായി വരച്ചു വരുന്നത്. ചെവിയുടെ ആ ഒരു ഭാഗം വരയ്ക്കുക. അപ്പോൾ ചെവിയൊക്കെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൽ നല്ല ഡാർക്ക് കാണുന്ന ഭാഗമില്ലേ, അവിടെയാണ് നമ്മൾ ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നത്. പക്ക ബ്ലാക്ക് കളർ യൂസ് ചെയ്യുന്നത്. ഡാർക്ക് കാണുന്ന ഭാഗം മാത്രം അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. നല്ല ഡാർക്ക് തോന്നുന്നിടത്ത് മാത്രമേ നമ്മൾ പ്യുവർ ബ്ലാക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ നേരത്തെ താടി, മീശ, അതുപോലെ തന്നെ ഹെയറൊക്കെ വരച്ചു. അവിടെ പ്യുവർ ബ്ലാക്ക് യൂസ് ചെയ്യാൻ കാരണം അവിടുത്തെ മെയിനായിട്ടുള്ള കളർ ബ്ലാക്കാണ്. പക്ഷെ നമുക്ക് ചെവിയുടെ അവിടെ ഈ ബ്ലാക്ക് യൂസ് ചെയ്യാൻ കാരണം അത് പ്രത്യേകം നോട്ട് ചെയ്യണം. പക്ക ഡാർക്ക് ഷെയ്ഡ് വരുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ബ്ലാക്ക് കളർ യൂസ് ചെയ്യുന്നത് ഞാൻ. ഓക്കെ, ഇപ്പോൾ കളേർഡ് ആണെങ്കിലോ ഇപ്പോൾ കളറിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ലൈൻ ആർട്ട് കളറിങ്, അതായത് ലൈൻ ആർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ബ്ലാക്ക് ഇവിടെ യൂസ് ചെയ്തു. ഇനി കളറാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഹെയറൊക്കെ ബ്ലാക്ക് കൊണ്ടാണ് വരയ്ക്കുക. പക്ഷേ ഈ ഡാർക്ക് വരുന്ന ചെവിയുടെ ഒക്കെ ഡാർക്ക് വരുന്നത് നമ്മൾ ആ റെഫറൻസ് പിക്ചറിൽ നിന്ന് പിക്ക് ചെയ്ത ഏറ്റവും ഡാർക്കായിട്ടുള്ള കളറായിരിക്കും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കളർ ചെയ്യുമ്പോൾ ഇതേപോലെ ബ്ലാക്ക് വരച്ച് വെക്കരുത് ചെവിയൊന്നും. പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം, നമ്മൾ ഒരൊറ്റ ബ്രഷ് കൊണ്ടാണ് ഇതൊക്കെ വരയ്ക്കുന്നത്. ലെസ്സോ എന്ന് പറഞ്ഞ ബ്രഷ് കൊണ്ട്. വേറെ ബ്രഷസ് ഒന്നും നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇനി യൂസ് ചെയ്യുമ്പോൾ നിങ്ങളോട് പ്രത്യേകം ഞാൻ മെൻഷൻ ചെയ്ത് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരേ ഭാഗം വരച്ചെടുക്കുക. ഔട്ട്ലൈൻ്റെ ഒരേ ഭാഗം ആ സെയിം ബ്രഷ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വരച്ചെടുത്ത് റെഡിയാക്കി എടുക്കുക. ഓക്കെ, ഇനി കണ്ണ് വരയ്ക്കണം. അപ്പോൾ കണ്ണിൻ്റെ അതുപോലെ തന്നെ ആ ഡാർക്ക് ഷെയ്ഡ്സൊക്കെ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണുന്ന പോലെ മനസ്സിലാവുന്ന പോലെ വരയ്ക്കാം. പക്ഷെ ഭംഗി ഉണ്ടാവണം, തോന്നിയ പോലെ വരച്ച് വെക്കരുത്. ഓക്കെ, അപ്പോൾ എനിക്ക് വിസിബിളായിട്ട് തോന്നുന്ന എൻ്റെ ഒരു ഇമാജിനേഷൻ വെച്ചാണ്. അവിടെ നല്ല ഡാർക്ക് ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇമാജിനേഷൻ പോലെയാണ് ഞാൻ അവിടെ വരയ്ക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ടൂള്
ടാപ്പേഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ടൂളാണ് ടാപ്പേഡ് എന്ന് പറഞ്ഞ ടൂള്. ഞാൻ ലെസ്സോ എന്ന് പറഞ്ഞ ടൂള് മാറ്റി, നിങ്ങൾക്ക് അറിയാം ടാപ്പേഡ് എന്ന് പറഞ്ഞ ടൂള് നമ്മൾ ഏറ്റവും ആദ്യം കാണിച്ചു. ആ ഒരു ടൂള് യൂസ് ചെയ്തിട്ടാണ് ആ കണ്ണിൻ്റെ ലൈൻസൊക്കെ ഇട്ടത്. വീണ്ടും നമ്മൾ ലെസ്സോ ടൂൾ യൂസ് ചെയ്തിട്ട് വരയ്ക്കുക ചില ഭാഗങ്ങളൊക്കെ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏകദേശം ഫേസിലെ നമുക്ക് ഹൈഡ് ചെയ്ത് നോക്കാം. കണ്ടോ, ഫേസ് നമുക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഷർട്ടിൻ്റെ ഇതേപോലെ ലൈൻസ് വരയ്ക്കണം അല്ലേ. അതിന് മുമ്പ് നമുക്ക് ലെസ്സോ ടൂൾ വെച്ച് വരയ്ക്കാൻ പറ്റാത്ത കുറച്ച് ഭാഗങ്ങളുണ്ടോ, താടിയുടെ ചില ഭാഗങ്ങൾ. അവിടെ നമുക്ക് ആ ടേപ്പേഡ് ടൂൾ യൂസ് ചെയ്തിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ലൈൻസ് ഇട്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ഇട്ട് ശരിയാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ടാപ്പേഡ് ടൂൾ യൂസ് ചെയ്യുന്ന ടാപ്പേഡ് ആ പെന്ന് യൂസ് ചെയ്യുന്നത് എവിടേക്കാണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ണിൻ്റെ ലൈനൊക്കെ വരയ്ക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ലെസ്സോ ടൂൾ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ ലൈനൊക്കെ വരയ്ക്കാം കേട്ടോ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്ക് റെഫറൻസ് ആണ് തീരുമാനിക്കുന്നത് നമ്മളെങ്ങനെ വരയ്ക്കണമെന്ന്. നമ്മൾ ചിലപ്പോൾ വരയ്ക്കുന്ന റെഫറൻസ് വേറൊരു ടൈപ്പ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ, ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ലൈൻസ് ഇടാണ്. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്, ലെസ്സോ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, രണ്ട് ടൂളിൻ്റെയും വ്യത്യാസം കണ്ടില്ലേ. ലൈൻസൊക്കെ വരയ്ക്കാൻ വേണ്ടി നമുക്ക് ടാപ്പേഡൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ലെസ്സോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ക്ലീൻ ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഒരു പ്രത്യേക സ്റ്റൈലിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. നല്ലൊരു ടൂളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ടൂളാണ്. ഇൻഫിനിറ്റി യൂസ് ചെയ്യുന്നവർ ഈ ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഫുള്ള് ഷെയ്ഡ് ചെയ്യണത്. ഓക്കെ, നമ്മളിപ്പോൾ ന്യൂ ലെയർ ഒരു 3 എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമ്മളിപ്പോൾ വരച്ചത് ഏറ്റവും മുകളിലോട്ട് കൊണ്ടുവന്നിട്ടു. ഏറ്റവും മുകളിലോട്ട് ഇടാം. എന്നിട്ട് അതിൻ്റെ താഴെയാണ് നമ്മൾ ഷെയ്ഡ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതുകൂടി പറയാം, ഷെയ്ഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. ആ മുകളിലെ 3 ബട്ടൺസ് കണ്ടോ, അത് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് സേവ് ചെയ്യണം. എന്തിനാണ് സേവ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഫയൽ ലോഡാകുമ്പോൾ ചിലപ്പോൾ ആപ്പ് ക്രാഷ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ക്രാഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ സേവ് ചെയ്ത ഫയൽ അവിടെ കിടന്നോളും. ഓക്കെ, അതിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന ഇടയ്ക്ക് സേവ് ചെയ്യുന്നത് നല്ലതാണ്. ജസ്റ്റ് ഒന്ന് സേവ് കൊടുത്താൽ മതി. ഗാലറിയിലല്ല കേട്ടോ സേവ് ആവുക, നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ തന്നെയാണ് സേവ് ആവുന്നത്. ഓക്കെ, ഗാലറിയിലേക്ക് സേവ് ചെയ്യുന്ന വേറൊരു ഓപ്ഷനാണ്. ഇനി നമുക്ക് ലെസ്സോ ടൂൾ എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം കൂടിയും ജസ്റ്റ് വരച്ചു കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വരച്ച ഔട്ട്ലൈൻ അഥവാ ലൈൻ ആർട്ട് ഏറ്റവും മുകളിലാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ താഴെയുള്ള ലെയറിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡാർക്ക് ഭാഗം നോക്കിയിട്ട് നമ്മളെ ബ്ലാക്ക് ആൻഡ് ഒപ്പാസിറ്റി കുറച്ചിട്ടാണ് വരയ്ക്കുന്നത്. ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചിട്ട് ആണ് നമ്മൾ വരയ്ക്കുന്നത്. കണ്ടോ, അപ്പോൾ ഷെയ്ഡ്സ് നോക്കാം. അവിടെ ഒരു ഷെയ്ഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങനെ വരയ്ക്കുന്നത്. കണ്ടോ, ബ്ലാക്ക് ഒപ്പാസിറ്റി കുറച്ചിട്ട് വരയ്ക്കുക. ഇപ്പോൾ ഇപ്പുറത്തെ ഭാഗം ഷെയ്ഡ്സൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അവിടെ വരച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലെയർ കൊടുത്താൽ ഭംഗി ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു ലെയർ കൊടുക്കുന്നത്. ഓക്കെ, ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഷെയ്ഡ്സ് അതായത് ഡാർക്ക് ഷെയ്ഡ് വരികയാണെങ്കിൽ മാത്രം കൊടുത്താലും മതി. അപ്പോൾ ഞാൻ അവിടെ ഒരു ലെയർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താടിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളിലും ഞാൻ ജസ്റ്റ് ഒരു ലെയർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് വൃത്തിക്ക് കൊടുത്താൽ നന്നാവും. ഞാൻ ജസ്റ്റ് സ്പീഡിൽ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ചെവിയുടെ സെക്കൻഡായിട്ട് കണ്ടോ, ഡാർക്ക് ഷെയ്ഡ് വരുന്നിടത്താണ് ഞാൻ ഒരു ലെയർ ഒപ്പാസിറ്റി കുറച്ചിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്ത ലെയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒപ്പാസിറ്റി കൊടുത്തിട്ട് കുറച്ചും കൂടിയും ലൈറ്റ് ഷെയ്ഡ്, ഡാർക്കിൽ നിന്നും കുറച്ചും കൂടി ലൈറ്റിലേക്ക് വരുന്ന ഭാഗങ്ങളിൽ ഇതുപോലെ നമ്മൾ ഷെയ്ഡ്സ് കണ്ടുപിടിച്ചിട്ട് വരച്ചു കൊടുക്കും. അതൊക്കെ നിങ്ങളുടെ ഒരു കോമൺ സെൻസാണ്. ഷെയ്ഡ്സൊക്കെ ഒബ്സർവ് ചെയ്ത് കറക്റ്റ് ഒപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഈ വീഡിയോ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും, അതേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ അടുത്ത ലെയർ എടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി 3 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ തൊട്ട് താഴെയുള്ള നെക്സ്റ്റ് ലെയറിൽ സെലക്ട് ചെയ്യുക. കുറച്ചും കൂടി ഭാഗം ഉണ്ടല്ലോ ഡാർക്ക് ഷർട്ടിൻ്റെ അവിടെ നമ്മൾ ഫില്ല് ചെയ്തില്ല, അതും കൂടിയും ആ സെയിം ഒപ്പാസിറ്റിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്കിന്നിന് മാത്രമല്ലല്ലോ ഷെയ്ഡ്സ് കൊടുക്കുന്നത്, നമ്മൾ ഷർട്ടിനും ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ അതിലെ കുറച്ച് ഡാർക്കായിട്ട് വരുന്ന ഭാഗങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ, അതായത് ഒരു പ്രത്യേക ഒരു സ്റ്റൈലിൽ വരച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. അതൊക്കെ നിങ്ങളുടെ കഴിവനുസരിച്ചിരിക്കും. ഓക്കെ,
അപ്പോൾ ആ ഷെയ്ഡ്സ് വരുന്ന ഭാഗങ്ങൾ നമുക്ക് വരയ്ക്കുമ്പോൾ തന്നെ അറിയാം എങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഷെയ്ഡ്സ് കൊണ്ടുവരേണ്ടത്. ഇനി നെക്സ്റ്റ് ലെയർ നോക്കാം. ജസ്റ്റ് ഒന്ന് ടൂളിൻ്റെ ഒപ്പാസിറ്റി ഒന്നുകൂടി കുറച്ച് കൊടുക്കുക. ലാസോ ടൂൾ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒപ്പാസിറ്റി ഒന്ന് ജസ്റ്റ് കൂടി കുറച്ച് കൊടുത്തിട്ട് ഒരു ലെയറും കൂടി കണ്ടോ, ഒപ്പാസിറ്റി ഞാനൊരു 14 ഇട്ടു. എന്നിട്ട് കുറച്ചും കൂടി കുറയ്ക്കാം, ഒരു 9 ഇട്ടു. ഞാൻ ജസ്റ്റ് വരച്ച് നോക്കാം കേട്ടോ, അതിൻ്റെ ഒപ്പാസിറ്റി കറക്റ്റ് അറിയാൻ വേണ്ടി. ഇനി നെക്സ്റ്റ് ലെയർ, അടുത്ത ലെയറിൽ സെലക്ട് ചെയ്തു. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഞാൻ സെലക്ട് ചെയ്ത ലെയർ, മേലെയല്ല. എന്നിട്ട് ഒരു ലെയറും കൂടി കണ്ടോ. അപ്പോൾ അതിലും ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റായിട്ടുള്ള കുറച്ചും കൂടി ആയിട്ടുള്ള ഷെയ്ഡ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായി. ഇതുപോലെയാണ് ഓരോ ലെയേഴ്സ് ബൈ ലെയറായിട്ട് നമ്മൾ ഷെയ്ഡ്സ് ഇങ്ങനെ കണ്ടുപിടിച്ച് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ കൂടുതൽ പേർക്ക് അറിയില്ല ഈ മെത്തേഡ്. ഒരു ശരിക്കും ഇല്ലുസ്ട്രേഷൻ ചെയ്യുന്നൊരു മെത്തേഡ് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ആ ഷെയ്ഡ്സ് കണ്ടുപിടിച്ച് ലെയർ ബൈ ലെയർ, ഡാർക്കിൽ നിന്നും ലൈറ്റിലേക്ക് ലെയർ ബൈ ലെയർ ചെയ്തിട്ട് കളർ കൊടുക്കും. അങ്ങനെ ശരിക്കും ചെയ്യാം. അപ്പോൾ പലർക്കും ഇതറിയാതെ ഇങ്ങനെ വെറുതെ ടാപ്പ് ടൂൾ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ലൈൻസ് ഇട്ട് വരട്ട് അവിടെ ഇവിടെ ഒരു ഭംഗിയില്ലാത്തൊരു ഇതിലേക്ക് പോകും. അപ്പോൾ ഭംഗിയോടെ വരയ്ക്കണമെങ്കിൽ ഇതുപോലെ ഷെയ്ഡ്സ് കണ്ടുപിടിച്ച് ലെയർ ബൈ ലെയറായിട്ട് കറക്റ്റായിട്ട് വരയ്ക്കും. അടുത്തത് നെക്കിൻ്റെ അവിടെയും അതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് വരുന്നുണ്ട്, അവിടെ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഷർട്ടിൻ്റെ അവിടെ, അതൊക്കെ നമ്മളുടെ ഒരു യുക്തിക്ക് അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാട്ടോ. കണ്ടോ, അപ്പോൾ കണ്ടോ ലെയർ ബൈ ലെയറായിട്ട് വരുമ്പോൾ അതിൻ്റേതായ ഭംഗി കിട്ടും നമ്മുടെ വർക്കിന്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ ഷർട്ടിൻ്റെയും അതുപോലെ തന്നെ ലെയേഴ്സ് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ണെങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ചെയ്യാം, ലിപ്സ് അതുപോലെ തന്നെ ചെവിയൊക്കെ എങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ഇതേപോലെ ലെയർ ഇട്ട് ചെയ്യാമെന്നുള്ള സെപ്പറേറ്റ് വീഡിയോസ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിലും കൂടുതലായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ലെയർ ബൈ ലെയറായിട്ട് ഓരോ കാര്യങ്ങൾ വരയ്ക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് നല്ല പോർട്രേറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ആ കണ്ണിൻ്റെ അവിടുത്തെ ഷെയ്ഡ്സ്, അപ്പോൾ ഷെയ്ഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഒരു ചിത്രം വരയ്ക്കുമ്പോൾ. അതായത് ഔട്ട്ലൈൻ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുക, ഷെയ്ഡ്സ്, ലൈറ്റ് ടോണ്, മിഡ് ടോണ്, അതുപോലെ തന്നെ ഡാർക്ക്, ഹൈലൈറ്റ്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ കളേഴ്സ് കറക്റ്റായിട്ട് പിക്ക് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിട്ട് ഒരു ഒബ്സർവേഷൻ സ്കില്ല് ഉണ്ടാവണം. ഓക്കെ, അതുപോലെ തന്നെ നോസ്, അവിടുത്തെ ഭാഗങ്ങളൊക്കെ ആ ഷെയ്ഡ്സ് അനുസരിച്ച് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഏകദേശം നമ്മളിപ്പോൾ രണ്ട് ലെയേഴ്സിൽ വരച്ചു കൊടുത്തു, ഷെയ്ഡ്സ് 2 ലെയർ വരച്ചു കൊടുത്തു, ഒരു ഔട്ട്ലൈൻ വരച്ചു, അതായത് ലൈൻ ആർട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ താഴെ 2 ലെയറായിട്ട് ഷെയ്ഡ്സ് വരച്ചു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഭംഗിയാക്കണമെങ്കിൽ ഇനിയും ലെയേഴ്സ് ഇട്ട് ഒപ്പാസിറ്റി കുറച്ച് വരച്ചു കൊണ്ടുവരാം, ഡീറ്റെയിൽഡായിട്ട് വരച്ചു കൊണ്ടുവരാം. ഓക്കെ, അതുപോലെ തന്നെ ലിപ്പിനൊക്കെ ലെയർ ബൈ ലെയർ ഏകദേശം 4-5 ലെയറൊക്കെ കൊണ്ടുവന്നാൽ ലിപ്പൊക്കെ പക്ക റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ജസ്റ്റ് അധികം ലെയേഴ്സൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ലൈൻ ആർട്ടേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ ഒരു ട്യൂട്ടോറിയൽ. പിന്നെ ഷെയ്ഡ്സും കൂടി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഷെയ്ഡ്സും കൂടി കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്ന് ട്യൂട്ടോറിയൽ ആരും ചെയ്യാറില്ല. സോ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബേസിക്കൊക്കെ നന്നായിട്ട് വിവരിച്ച് പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് പോർട്രേറ്റൊക്കെ ചെയ്യുമ്പോൾ നല്ല ലെങ്ത്ത് ഉണ്ടാവും വീഡിയോക്കൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ടൂൾസൊന്നും അധികം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എൻ്റെ വീഡിയോസിൽ ഞാൻ ലെങ്ത്തായിട്ടുള്ള വീഡിയോസ് ചെയ്താൽ ഞാൻ ടൂൾസ് ഇതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട് മിക്ക വീഡിയോസിലും. എന്നിട്ട് മനസ്സിലായില്ലെങ്കിലാണ് കൂടുതൽ പേരും വന്ന് ചോദിക്കാറ്. അപ്പോൾ ചോദിക്കുന്ന ആളുകൾ കുറവാണ്, കൂടുതലും വർക്ക് ചെയ്തിട്ട് അയക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ വർക്ക് ചെയ്ത് അയക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് സക്സസ് ആണെന്നുള്ളൊരു വിശ്വാസം വന്നു തുടങ്ങി. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് വീഡിയോസ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ജസ്റ്റ് സജസ്റ്റ് ചെയ്താൽ നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോ ഏത് ആപ്പ് ചെയ്യുകയാണെങ്കിൽ ബേസ് മുതലേ ചെയ്യുള്ളൂ, അത് വേറെ കാര്യം. കാരണം ബേസിക്ക് കറക്റ്റായിട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ നമ്മൾ വീഡിയോ പോർട്രേറ്റ്, എല്ലാവർക്കും പോർട്രേറ്റാണ് ആവശ്യം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാമെന്ന് വെച്ചാൽ നമുക്ക് പോർട്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളും
അതിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയണം, എന്നാൽ മാത്രമേ നല്ലൊരു പോർട്രേറ്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഞാനൊരു നല്ല പോർട്രേറ്റ് വരച്ച് വീഡിയോ ചെയ്തിട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആവാമെന്നല്ലാതെ നല്ലൊരു വർക്ക് ചെയ്യാനുള്ളൊരു എന്താ പറയുക സ്കില്ല് അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് പെട്ടെന്ന് വരില്ല. അതിന് ട്യൂട്ടോറിയൽസ് ടൂൾസിൻ്റെയും അതുപോലെ തന്നെ ബേസിക് ട്യൂട്ടോറിയലാണ് നന്നായിട്ട് കാണേണ്ടത്. ഏകദേശം നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എങ്ങനെ കറക്റ്റായിട്ട് സേവ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒരു ലെയറും കൂടി ജസ്റ്റ് ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ആ 3 ഡോട്ട് കണ്ടില്ലേ, ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എക്സ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു പോപ്പപ്പ് ഒരു വിൻഡോ വരും. അതിൽ നമ്മൾ നെയിം, ഫോർമാറ്റ്, സൈസ് കൊടുത്തിട്ടുണ്ട്. സൈസൊക്കെ നമുക്ക് വേണമെങ്കിൽ റീസൈസ് ചെയ്യാം, അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടും സേവ് ചെയ്യാം, എല്ലാതെയും സേവ് ചെയ്യാം. അതിനുള്ളൊരു ചെക്ക് ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അത് ആക്റ്റീവ് ആക്കാനും അൺആക്റ്റീവ് ആക്കാനും പറ്റും, ഇന്നാക്റ്റീവ് ആക്കാനും പറ്റും. എന്നിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സേവ് ചെയ്യുക. സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വരയ്ക്കുക. ഇത്ര നേരം എന്നെ സഹായിച്ചതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, വരച്ചിട്ട് കമൻസൊക്കെ പറയും.